നമസ്കാരം. മണിപ്പൂർ വിഷയത്തിൽ കർശന നടപടിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. തിങ്കളാഴ്ച ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ മണിപ്പൂരിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക അവലോകനം നടന്നിരിക്കുകയാണ്. മണിപ്പൂർ ഗവർണറിൽ നിന്നും റിപ്പോർട്ടുകൾ തേടിയ ശേഷമായിരുന്നു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അമിത്ഷായുമായി ചർച്ച നടത്തിയത്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം മെയ്തൈ കുക്കി വിഭാഗങ്ങളുമായി ചർച്ച നടത്താൻ അമിത്ഷാ തീരുമാനിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ ആദ്യ തീരുമാനം കൈക്കൊണ്ടത്. ചർച്ച ഫലം കാണുന്നില്ലെങ്കിൽ കൂടുതൽ കേന്ദ്രസേനയെ മണിപ്പൂരിലേക്ക് വിന്യസിക്കണമെന്നാണ് അവലോകന യോഗത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യ തീരുമാനം. കേന്ദ്രസേനയുടെ എണ്ണം വർദ്ധിപ്പിക്കാമെന്നും സൈന്യത്തെ തന്ത്രപരമായി വിന്യസിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ സമയം നീണ്ടുനിന്ന അവലോകന യോഗത്തിൽ അമിത്ഷാ മണിപ്പൂരിലെ എല്ലാ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികളെ കുറിച്ച് സമഗ്രമായ ഒരു അവലോകനം തന്നെ നടത്തിയിട്ടുണ്ട്. കർശനമായ നടപടികൾ സ്വീകരിച്ച് മണിപ്പൂരിൽ കൂടുതൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കണമെന്നും ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, ഇന്റലിജൻസ് ബ്യൂറോ ചീഫ് തപൻ ഭേഗ, നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ത്രിവേദി, GOC 3 കോർ HS സാഹി, മണിപ്പൂർ DGP രാജീവ് സിംഗ്, ആസാം റൈഫിൾസ് DGP പ്രദീപ് ചന്ദ്ര നായർ എന്നിവരും ഡൽഹിയിൽ അമിത്ഷാ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഭൂരിപക്ഷമായ മെയ്തൈ സമുദായത്തിന്റെ പട്ടിക വർഗ പദവി ആവശ്യത്തിനെതിരെ പ്രതിഷേധിച്ച സംസ്ഥാനത്തെ മലയോര ജില്ലകളിൽ ആഹ്വാനം ചെയ്ത ഗോത്രവർഗ ഐക്യദാർഢ്യ മാർച്ചിന് ശേഷമാണ് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞത്. 2023 മെയ് 3 സംസ്ഥാനത്തെ വംശീയ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു. ഇപ്പോഴും തുടരുന്ന ആക്രമണത്തിൽ കൂക്കി, മെയ്തൈ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി 220-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഘർഷം ഇനിയും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് സംഘർഷത്തിന് അയവ് വന്നെങ്കിലും ഇത് അവസാനിച്ചിരുന്നില്ല. ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഇടയ്ക്കിടെ ആവർത്തിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ സാന്നിധ്യവും പരിശോധനകളുമാണ് ഒരു പരിധിവരെ സംഘർഷത്തെ പിടിച്ചു നിർത്താനാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ശക്തമായ ഇടപെടലിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരുങ്ങുന്നത്. കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കലാപത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമാനുസൃതമായുള്ള കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മണിപ്പൂരിന്റെ സമാധാനവും സ്വസ്ഥതയും ഉറപ്പിക്കുന്ന രീതിയിലാകണം സേനാ വിന്യാസമെന്നും കൂടുതൽ സൈനികരെ നിയോഗിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും അതിനാലാണ് ഇരുവിഭാഗങ്ങളിലുമായുള്ള കൂടുതൽ ചർച്ച നടത്താൻ തീരുമാനിച്ചതെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ മനോജ് പാണ്ഡെ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയവരാണ് തിങ്കളാഴ്ച ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്.